ഇന്ന് നമ്മൾ പോകുന്നത് മാവേലിക്കര, ആലപ്പുഴ മാവേലിക്കര താമരക്കുളം പഞ്ചായത്തിൽ നടന്ന വർഗീയ കക്ഷികളുമായുള്ള കോൺഗ്രസിൻ്റെ കൈകോർക്കൽ ഏതൊക്കെ അർത്ഥത്തിലാണ് പുരോഗമിച്ചത്, അതിൻ്റെ ഗ്രാവിറ്റി ആഴം എന്തൊക്കെയാണ് എന്നാണ് പരിശോധിക്കുന്നത്. മാവേലിക്കര താമരക്കുളം പഞ്ചായത്തിൽ SDPI കോൺഗ്രസ് കൂട്ടുകെട്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് SDPI കോൺഗ്രസ് പരസ്പരം കൈകോർത്തത്. SDPI അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ 7 കോൺഗ്രസ് അംഗങ്ങളാണ് പിന്തുണച്ചത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. ഷാജി, ഇത് കേവലം ഒരു കൈകോർക്കൽ മാത്രമല്ല, ഒരു സീറ്റ് മാത്രമുള്ള SDPIയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കോൺഗ്രസ് വോട്ട് ചെയ്തു. 7 കോൺഗ്രസ് അംഗങ്ങൾ. തീർച്ചയായിട്ടും അജിംഷാദ്, അത് തന്നെയാണ് നമുക്കിവിടെ കാണേണ്ടത്. ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാര്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസും അതോടൊപ്പം തന്നെ SDP അടക്കമുള്ള വർഗീയ കക്ഷികളുമായിട്ട് ഒന്നുചേർന്നുകൊണ്ടാണ് മത്സരരംഗത്തേക്ക് വന്നത്. അതിന് പല തെളിവുകളും പുറത്തു വന്നിരുന്നു. കാര്യം RSSനടക്കം അല്ലെങ്കിൽ BJPക്ക് അടക്കം വോട്ടുണ്ടായിരുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ട് നേരെ താഴേക്ക് കുറയുന്നു. കോൺഗ്രസിനുള്ള വോട്ടുള്ളിടത്തൊക്കെ BJP ജയിക്കുന്നു, BJPയുടെ വോട്ട് കുറയുന്നു. ഇങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു മത്സരമായിരുന്നു നമുക്ക് കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ UDFൻ്റെയും ഒക്കെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായിട്ട് വേണം നമുക്ക് മാവേലിക്കരയിലെ ഈ താമരക്കുളം പഞ്ചായത്തിൽ കാണാൻ സാധിച്ചത്. താമരക്കുളം പഞ്ചായത്തിൽ അവിടുത്തെ കക്ഷിനില നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 7 UDF, 7 LDF, 3 BJP, അതോടൊപ്പം തന്നെ 1 SDP. ഇതായിരുന്നു അവിടുത്തെ കക്ഷിനില നമുക്ക് പൊതുവേ ഉണ്ടായിരുന്നത്. അതിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പായിരുന്നു. ഇന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിൻ്റെ 2 പേരെ തിരഞ്ഞെടുക്കപ്പെട്ടു. 7 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയില്ല. കാര്യം BJP വിട്ടു നിൽക്കുകയാണ്, അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും SDPയുടെ പ്രതിനിധി വോട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറിച്ച് പ്രത്യുപകാരമായിട്ട് അദ്ദേഹത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാക്കി തിരഞ്ഞെടുക്കുന്നു. അതിന് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യുന്നു. ഒരാൾ മാത്രമുള്ളിടത്ത് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിട്ട് SDP വരുന്നു. അതോടൊപ്പം തന്നെ 3 വോട്ടുള്ള BJP ഉണ്ട്, 7 വോട്ടുള്ള LDF ഉണ്ട്. അവരാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി രംഗത്തേക്ക് വരുന്നില്ല. മറിച്ച് 7 വോട്ടുകൾ മാത്രമുള്ള കോൺഗ്രസിനെ സഹായിക്കാൻ SDP വരുന്നു, SDPയെ സഹായിക്കാനായിട്ട് കോൺഗ്രസ് വരുന്നു. അങ്ങനെ പരസ്പരം ധാരണയോടുകൂടിയാണ് നമുക്ക് താമരക്കുളത്ത് കാണാൻ സാധിച്ചത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണാൻ സാധിച്ചത്. കോൺഗ്രസും അതോടൊപ്പം തന്നെ വർഗീയ കക്ഷികളുമായി ഇടപെടുന്നു എന്ന് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ പലതവണ ആവർത്തിച്ച് പറയുമ്പോഴും അതിനെയൊക്കെ തന്നെ എതിർത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാക്കളും ഒക്കെ രംഗത്ത് വന്നിരുന്നുവെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഇതാ ഒരു തെളിവ് വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇതിലൂടെ കാണിച്ചു കൊടുക്കേണ്ടത്. തീർച്ചയായും ഷാജി, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, ഈ താമര കൈമാറ്റം, അതായത് മറ്റത്തൂരിൽ നടന്നത്, ഇത് ഒരു കേവലം ഏതെങ്കിലും ഒരു ഗ്രാമപഞ്ചായത്തിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലോ നടന്ന കൂട്ടുകെട്ടല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പേ ഉണ്ടാക്കിയ ധാരണയാണ്. ഈ ധാരണയുടെ ഫലപ്രാപ്തികളാണിപ്പോൾ ജനങ്ങൾക്ക് പെറുക്കിയെടുക്കാൻ പാകത്തിൽ ഈ സീറ്റിൻ്റെ കാര്യത്തിലും പിന്തുണയുടെ കാര്യത്തിലുമൊക്കെ പുരോഗമിക്കുന്നത്. അതിലൊന്ന് മാത്രമാണ് ഷാജി സൂചിപ്പിച്ചതുപോലെ മാവേലിക്കരയിലെ സംഭവം. ഈ താമരക്കുളത്ത് നടന്ന ഈ കൈമാറ്റം മീൻസ് SDPI സ്ഥാനാർത്ഥി അല്ലെങ്കിൽ SDPI അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എത്തിക്കാൻ 7 കോൺഗ്രസ് വോട്ടുകൾ ഉണ്ടാകുന്നു എന്നത് കേവലമായ ഒരു, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ചെയർമാനെ പിന്തുണയ്ക്കുകയാണ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സീറ്റിന് പിന്തുണ നൽകുകയാണ് SDPI എന്നതല്ല അവിടെ നടന്നത്. അത്തരം മാതൃകകൾ ഒട്ടനവധിയുണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, SDPI അംഗത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എത്തിക്കാനായി കോൺഗ്രസ് വോട്ട് ചെയ്യുന്നു. അതും 7 കോൺഗ്രസ് അംഗങ്ങളും ഒരുമിച്ച് വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കൃത്യമായ ധാരണയുണ്ട്. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് VD സതീശൻ്റെ വാക്കുകൾ ഓടുകൂടിയാണ്. കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം വളരെ അഹങ്കാരത്തോടുകൂടി VD സതീശൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ എൻ്റെ ഓർമ്മ പദത്തിൽ വരുന്നത്. കാരണം ഈ UDF എന്ന് പറയുന്നത് കേവലം മുന്നണികളുടെയോ സാമുദായിക ശക്തികളുടെ ഒരു കൂട്ടുകെട്ടല്ല, മറിച്ച് അതിന് കൃത്യമായൊരു സാമൂഹിക ഘടകമുണ്ട്. ആ സാമൂഹിക ഘടനയെ കൃത്യമായി ചൂഷണം ചെയ്യുന്നവരാണ് തങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വെൽഫെയർ പാർട്ടി, അതായത് ജമാഅത്തെ ഇസ്ലാമി, ഒപ്പം BJP, ഒപ്പം SDPI ഇവരുമൊക്കെയായിട്ടുള്ള അന്തർധാരയുടെ ശക്തിയാണ് UDFൻ്റെ കരുത്ത് എന്ന് പറയാതെ പറയുകയാണ് VD സതീശൻ. അതാണ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റത്തൂരിൽ കണ്ടത് അതാണ് ഇവിടെ താമരക്കുളത്ത് കാണുന്നത്. തീർച്ചയായിട്ടും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കൾ എല്ലാവരും തന്നെ ഇതുപോലെ തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും
തിരഞ്ഞെടുപ്പിന് മുൻപായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇതിനെയൊക്കെ എതിർത്തുകൊണ്ടും അല്ലെങ്കിൽ LDF-നെ അല്ലെങ്കിൽ CPM-നെയൊക്കെ തന്നെ മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ ഇത് പല സ്ഥലങ്ങളിലും നമുക്കറിയാം, ആലപ്പുഴ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും BJP-ക്ക് വോട്ട് കുറഞ്ഞെടുത്ത് കോൺഗ്രസ് ജയിച്ചു, കോൺഗ്രസിന് വോട്ട് കുറഞ്ഞെടുത്ത് BJP ജയിച്ചു. ഇവരുടെയൊക്കെ വോട്ട് കുറയുന്നതനുസരിച്ചിട്ട് പല സ്ഥലങ്ങളിലും പരസ്പര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ജയിക്കുന്നുണ്ട്, അതിന് മറിച്ച് BJP-യെ സഹായിക്കുന്നുണ്ട്. അത്തരം ഒരു സഹായത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് താമരക്കുളത്ത് കാണാൻ സാധിച്ചത്. താമരക്കുളം പഞ്ചായത്തിലെ മത്സരത്തിലും SDP-യുടെ സഹായത്തോടു കൂടിയാണ് കോൺഗ്രസ് പല സീറ്റുകളിലും ജയിച്ചത്. നേരത്തെ തന്നെ അവിടുത്തെ CPM-ൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെയൊക്കെ നേതാക്കൾ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. അന്ന് അതിനെയൊക്കെ എതിർത്തിരുന്ന പാർട്ടി നേതാക്കൾക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ടും ഒരു ഇപ്പോൾ ഷാജി ദയവായി തുടരൂ.